അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു തആല പെട്ടെന്ന് പൂർത്തീകരിച്ചു തരട്ടെ. പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ചു തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ. പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ചു തരട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ദുആ വസിയത്ത് ചെയ്തവരുടെയും നമ്മുടെയും എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. ജോലിയില്ലാത്തവർക്ക് അല്ലാഹു തആല ഹൈറായി ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഉള്ള ജോലിയിൽ അല്ലാഹു തആല ഹൈറും ബറക്കത്തും റാഹത്തും നിലനിർത്തി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. പ്രയാസങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദൂരീകരിച്ചു കൊടുക്കട്ടെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെയും നമ്മുടെയും കടങ്ങളെ വീട്ടാനുള്ള ഹലാലായ മാർഗം അല്ലാഹു തആല പെട്ടെന്ന് നമുക്ക് കാണിച്ചു തരട്ടെ. ദാരിദ്ര്യത്തെ തൊട്ട് അല്ലാഹു നമ്മയും കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് അല്ലാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സഹോദര സഹോദരിമാർ നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവരുണ്ട്. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, ഈ ക്ലാസ് കാത്തിരുന്ന് ക്ലാസ് കേട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് പെങ്ങന്മാർ സഹോദര സഹോദരിമാരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ രണ്ട് ലോകത്തും ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത്, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കും. അതിനു വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ആരും മടി കാണിക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനലിന്റെ വോയിസ് ഓഫ് ജരീദാലിമി എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ കൂടാൻ താല്പര്യമുള്ള ആളുകളൊക്കെ നമ്പർ മേലെ കൊടുക്കുന്നുണ്ട്. അതിലൂടെ ജോയിൻ ചെയ്യുക. ഒരുപാട് അറിവുകൾ അതിലൂടെ നമുക്ക് ലഭിക്കും. അള്ളാഹു നല്ല അറിവുകൾ പഠിക്കുവാനും ജീവിതത്തിൽ അത് പകർത്തുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. വെറും പ്രയാസത്തിൽ മാത്രമാണ് ജീവിതം, പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ, കരകയറി കിട്ടാൻ എന്തെങ്കിലും ഒരു പ്രതിവിധി, ഒരു മാർഗം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർക്കൊക്കെ പറ്റിയ ഒരു അറിവാണ് ഇന്ന് ഞാൻ പറയുന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് അത് പരിപൂർണമായും സ്വീകരിക്കുകയും കബൂൽ ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നാം ചെയ്യേണ്ടത് മഹാനായ ഖിദ്ർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി 4 യാസീൻ നേർച്ചയാക്കി ഓതുക എന്നതാണ്. 11 ദിവസമാണ് ഇത് നാം ചെയ്യേണ്ടത്. 11 ദിവസം. എപ്പോൾ ചെയ്യണം ഞാൻ പറയാം. ഇത് ചെയ്താലുള്ള നേട്ടം എന്തൊക്കെയാണ് എന്നുകൂടി പറഞ്ഞ് ഇൻഷാ അള്ളാഹ് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മുടങ്ങിക്കിടക്കുന്ന ഒരുപാട് സംരംഭങ്ങൾ, നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ള ഒരുപാട് സംരംഭങ്ങൾ പലതും ഉണ്ടാവും. ബിസിനസ് പരമായിട്ടും പല സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും. അതൊക്കെ നിർത്തലായിപ്പോയി മുടങ്ങിക്കിടക്കുന്നുണ്ടാവും. ആ കാര്യം പച്ചപിടിച്ച് കിട്ടാൻ വേണ്ടിയും, അതുപോലെ ജോലിയില്ലാതെ നെട്ടം തിരിയുന്ന യുവതികൾ ഒരുപാടുണ്ട്. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർ, അവർക്കൊക്കെ നല്ല ഹൈറായ ഒരു ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടും നാം ചെയ്യേണ്ട കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ ജോലിയില്ലാതെ നെട്ടം തിരിയുന്ന യുവതികൾ, ഗൾഫ് രാജ്യങ്ങളിൽ കിടന്ന് കഷ്ടപ്പെടുന്നവർ, അവസാനം മിച്ചം കിട്ടിയത് വെറും കടം മാത്രം. ജോലിക്ക് വേണ്ടി പോയി അവിടെ ജോലിയൊക്കെ ചെയ്ത് ജീവിതം അവിടെ തന്നെ ഇല്ലാതെയാക്കി, ചോര നീരാക്കി പണിയെടുത്ത് കഷ്ടപ്പെട്ട് അവസാനം കിട്ടിയത് നോക്കുമ്പോൾ ഒന്നുമില്ലാതെ വെറും കടങ്ങൾ മാത്രം ബാക്കിയുള്ള സഹോദരങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അതുപോലെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ കഴിഞ്ഞുകൂടി പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ദുആ വസിയത്ത് ചെയ്തവർ, വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് നടന്ന് അവസാനം വിവാഹം ഒന്ന് ശരിയായി കിട്ടാതെ ദുഃഖിച്ച് കഴിയുന്ന സഹോദരന്മാരുണ്ട്. അതുപോലെ അങ്ങനെ അനവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങളുമായി കഴിയുന്ന ആളുകൾ അവർ ചെയ്യേണ്ടത്
എല്ലാ ദിവസവും അഥവാ 11 ദിവസം ഞാൻ ഈ പറയുന്ന കാര്യം മുടങ്ങാതെ നിങ്ങൾ ചെയ്യണം. എല്ലാ ദിവസവും മഗ്രിബിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം സുന്നത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ആ സ്ഥലത്ത് കിബിലയുടെ ഭാഗത്ത് തന്നെ ഇരുന്ന് നല്ല നിയ്യത്തോടുകൂടെ ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് 4 യാസീൻ ഓതുക. ഈ യാസീനോ നല്ല നിയ്യത്ത്, നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യം നിയ്യത്ത് വെച്ച് നല്ല മനസ്സാന്നിധ്യത്തോടുകൂടെ 4 യാസീൻ ഖിദർ നബിയുടെ പേരിൽ ഓതി നന്നായി ദുആ ചെയ്യുക. ആത്മാർത്ഥമായി നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ഈ ഓതിയ സൂറത്ത് യാസീന്റെ ബറക്കത്ത് കൊണ്ട്, ഖിദർ നബിയുടെ ബറക്കത്ത് കൊണ്ട് എൻ്റെ എന്താണോ ആവശ്യം, എന്താണോ കാര്യം നടന്നു കിട്ടേണ്ടത് അത് പെട്ടെന്ന് പൂർത്തീകരിച്ചു തരണേ അള്ളാഹ് എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി മനമുരുകി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ 11 ദിവസം മുടങ്ങാൻ പാടില്ല. മുടങ്ങിയാൽ വീണ്ടും ആദ്യം മുതൽ 11 ദിവസം ചെയ്യേണ്ടി വരും. പ്രത്യേകം ശ്രദ്ധിക്കുക. മുടങ്ങാതെ 11 ദിവസം മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ആ സ്ഥലത്തിരുന്നു കൊണ്ട് നല്ല നിയ്യത്തോടുകൂടെ 4 യാസീൻ ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ ഓതി അള്ളാഹുവിനോട് നാം ദുആ ചെയ്യുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ എത്ര വലിയ മുടങ്ങിക്കിടക്കുന്ന എന്ത് പ്രയാസങ്ങളാണെങ്കിലും എന്ത് പ്രതിസന്ധികളാണെങ്കിലും അള്ളാഹു തആല അതൊക്കെ തട്ടിമാറ്റി നമ്മുടെ ജീവിതം റാഹത്തിലാക്കി തരും. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ അള്ളാഹു തആല ദൂരീകരിക്കട്ടെ. ഖിദർ നബി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, നാം ഓതുന്ന സൂറത്ത് യാസീന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല റാഹത്തിലാക്കി തരട്ടെ. നാം വിചാരിക്കുന്ന കാര്യങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറം അള്ളാഹു വിജയത്തിൽ എത്തിച്ചു തരട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ അള്ളാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ എല്ലാ നല്ല മുറാദുകളും ഹാസിലാക്കി കൊടുക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു കൊടുത്ത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മരിക്കുന്നതിന് മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ജീവിതത്തിൽ ഒരു തവണ കുടുംബത്തോടൊപ്പം ചെന്ന് ചെയ്യാനുള്ള തൗഫീഖും ഭാഗ്യവും അവസരവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖി നബിയിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.